നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സമാന ബന്ധങ്ങൾ, അതായത് അനലോഗിയാണ് പഠിച്ചു തുടങ്ങിയത് അല്ലേ. എന്ന് വെച്ചാൽ തമ്മിലുള്ള ബന്ധം, ഈ തന്നിരിക്കുന്ന വാക്കുകൾ തമ്മിലുള്ള ഒരു ബന്ധം, അത് നോക്കാം. മേശയ്ക്ക് തടി, മേശ തടി, അതെന്താണ് ബന്ധം? എങ്ങനെ? മേശ ഉണ്ടാക്കുന്നത് തടി കൊണ്ടാണ് അല്ലേ. അപ്പോൾ തുണി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നെയ്ത്താണോ? അത് തുണി നെയ്യുന്നതാ, നെയ്ത്ത് കൊണ്ടല്ലല്ലോ തുണി ഉണ്ടാക്കണേ. ആ ബന്ധം നോക്കണ്ടേ. ഇതൊക്കെ പരസ്പര ബന്ധം ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമാണ് നോക്കണ്ടേ. പരുത്തി തുണി, വസ്ത്രം തുണി, തുന്നൽ തുണി. ഏതാണ്? എന്തുകൊണ്ടാണ് നമ്മളെ തുണി കിട്ടുന്നത്? എവിടുന്നാണ്? പരുത്തി തുണി എന്നല്ലേ, പരുത്തി എന്നല്ലേ നമുക്ക് തുണി കിട്ടുന്നത്. അതാണ് ഏറ്റവും ചോദിച്ചത്. നമ്മൾ നെയ്ത്താണെന്ന് ഓർക്കും, വസ്ത്രമാണെന്ന് ഓർക്കും, തുന്നലാണെന്നല്ല, പരുത്തിയിൽ നിന്നാണ് തുണി കിട്ടുന്നത്. കാരണം ഇവിടെ എന്താണ്? തടിയിൽ നിന്നല്ലേ നമുക്ക് മേശ കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ ഏതുമായി എങ്ങനെയാണ് ഏറ്റവും അടുത്ത് ബന്ധം എന്ന് നോക്കിയാൽ ഉത്തരവാകും. അപ്പോൾ ഇവിടെ പരുത്തിയാണ് ആൻസർ. അടുത്ത് നോക്കിയേ, വൃക്ഷം കുറ്റിച്ചെടി, പർവ്വതമോ? ഇത് എളുപ്പം അല്ലേ. വൃക്ഷം വലിയ വൃക്ഷം, കുറ്റിച്ചെടി എന്ന് വെച്ചാൽ ചെറുത്. അപ്പോൾ പർവ്വതത്തിന് ഏതായിരിക്കും? പാറയാണോ, കല്ലാണോ, മണ്ണാണോ, കുന്നാണോ? അപ്പൊ കുന്നാണ് നമുക്ക് ഒറ്റയടിക്കറിയാം. പർവ്വതം വലിയ പർവ്വതം, കുന്നെന്ന് പറയുമ്പോൾ ചെറുത്. അപ്പൊ ഇത് കുന്നാണ്. ചിലത് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടും. ഇത് നോക്കിയേ, രക്തം ഹൃദയം. അപ്പൊ രക്തം പമ്പ് ചെയ്യുന്നതിന് ഹൃദയം വേണം. അപ്പൊ വായു, അത് ഓക്സിജൻ, അത് വായുവിന് എന്ത് വേണം? ശ്വസനം, നിശ്വാസം, മൂക്ക്, ശ്വാസകോശം, ഒരു അവയവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് അതിനകത്ത്? ഇതൊക്കെ അവയവമാണ്. ഈ മൂക്ക് അവയവമാണെങ്കിലും മൂക്കിനേക്കാളും ഈ രക്തം ഹൃദയമല്ലേ പമ്പ് ചെയ്ത്. അതുപോലെ വായുവിന് ഏതാണ്? ശ്വാസകോശം അല്ലേ. അതാണ് ഏറ്റവും ചോദിച്ചത് അല്ലേ, ശ്വാസകോശം. അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. നമ്മൾ മൂക്കൊന്ന് പെട്ടെന്ന് വായു നമ്മൾ ശ്വസിക്കുന്ന മൂക്കിൽ കൂടെ അല്ലേ നമ്മളൊന്നും എഴുതരുത്. ഇത് ഇവിടെ രക്തം ഹൃദയമാണ്, അത് ബന്ധം. അതുകൊണ്ട് അങ്ങനെ വേണം നോക്കിയത്. അടുത്ത് നോക്കിയേ, ഐസ് വെള്ളമാവും. നമുക്കറിയാം ഐസ് വെള്ളമാവും. വെള്ളമോ പിന്നെന്താവും? ഇവിടെ ഐസ് വെള്ളമാവും, പിന്നെയും വെള്ളം കൊടുത്തേക്കണം. വെള്ളം ഐസ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഐസ് ബ്രാക്കറ്റ് ഇല്ല. അപ്പോൾ ഏതാ അതിനോട് ഏറ്റവും അടുത്ത് ചോദിച്ചോളെ? വെള്ളം നദിയാകും. വെള്ളം നദി എന്ന് വെച്ചാൽ കുറേ ജലം ഉണ്ടെങ്കിൽ നദിയിൽ നിന്ന് വരില്ല. അതിലും തണുപ്പാകും, ദാഹം, നീരാവിയാ അല്ലേ. ഐസ് വെള്ളമാകും പോലെ വെള്ളം നീരാവിയാകും. അതല്ലേ ഏറ്റവും ചോദിച്ചത്. അപ്പോൾ നീരാവിയാണ് ചോദിച്ചത്. അടുത്ത് നോക്കിയേ, റേസിങ് റോഡ്, സ്കേറ്റിങ്ങോ? ഏതായിരിക്കും? റോഡിലാണ് റോഡ് റേസിങ് അല്ലേ. ബൈക്ക് റേസിങ്, കാർ റേസിങ് എന്നൊക്കെ പറയും. റോഡിൽ കൂടെയാണ് നടത്തുന്നത്. അപ്പോൾ ഈ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആകാശത്തിലൂടെ ഉള്ളതാണോ, വെള്ളത്തിൽ കൂടെ ഉള്ളതാണോ, ഐസിൽ കൂടെ ഉള്ളതാണോ, മരുഭൂമിയിൽ കൂടെ ഉള്ളതാണോ? ഏതാണ് ഇത്? സ്കേറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ഗുണമായി. എന്താണ് സ്കേറ്റിംഗ് എന്ന് വെച്ചാൽ? ഐസിൽ കൂടെ ഇങ്ങനെ തന്നെ പോകുന്നതാണ് സ്കേറ്റിംഗ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? ഐസാണ്. അപ്പം റേസിങ് റോഡിലാണ്, സ്കേറ്റിംഗ് എവിടെയാണ്? ഐസിലാണ്. ഇങ്ങനെയാണ് സമാന ബന്ധങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.